കോട്ടയത്തെ കള്ള് ഷാപ്പിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് മരിച്ച ജ്യോതിഷിന് ഭക്ഷ്യവിഷബാധയേറ്റെന്ന് സ്ഥിരീകരിച്ചു. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലവും ഉടൻ ലഭിക്കും. ഷാപ്പിന്റെ ലൈസൻസിയെയും കുക്കിനെയും മാനേജറെയും പ്രതിയാക്കി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. വിവരങ്ങളുമായി ഷിനോജ് എസ്. ഷിനോജ്, ഭക്ഷ്യവിഷബാധ തന്നെയാണോ മരണത്തിന് കാരണമായതെന്ന് ഇന്നലെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഷാപ്പിലെ ഭക്ഷണം തന്നെയാണ് അല്ലേ വില്ലനായത്? ശ്രീജ, പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭക്ഷ്യവിഷബാധ തന്നെയാണ് എന്നാണ് ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഇൻഫെക്ഷൻ, അതായത് ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് എന്നാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. എന്തായാലും ജ്യോതിഷിൻ്റെ ആന്തരിക പരിശോധന, അവയവങ്ങളുടെ പരിശോധനാ ഫലം ഉടൻ ലഭിക്കും. അപ്പോൾ ഒരു കുറച്ചുകൂടി സ്ഥിരീകരണം എങ്ങനെ സംബന്ധിച്ചൊക്കെ തന്നെ ഉണ്ടാകും. എന്തായാലും പോലീസും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പൊക്കെ തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഭക്ഷണം, അതായത് ജ്യോതിഷ ആ ഷാപ്പിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഈ മരണം ഉൾപ്പെടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ സംഭവിച്ചിരിക്കുന്നതെന്നാണ്. കാരണം ഈ തലക്കറിയാണ് ഇവർ ഈ ഷാപ്പിൽ നിന്ന് കഴിച്ചത്. അതിൽ കൂടുതൽ കഴിച്ചത് ജ്യോതിഷായിരുന്നു. മറ്റുള്ളവർ വളരെ കുറച്ചാണ് അതിൻ്റെ എമൗണ്ടാണ് കഴിച്ചത്. ഈ കഴിച്ചവർക്കെല്ലാം തന്നെ കാര്യമായ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അവരെല്ലാം തന്നെ നിലയിൽ ഇപ്പോൾ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അങ്ങനെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇത്തരത്തിൽ ഈ സുഹൃത്തുക്കൾക്കൊപ്പം ഈ സംഘം 7 പേരടങ്ങുന്ന സംഘമായിരുന്നു. അവർ ഈ കുമരകത്തെ ഈ ഷാപ്പിലേക്ക് എത്തി ഇത്തരത്തിൽ മദ്യം കള്ള് കുടിക്കുകയും ഒപ്പം ഈ ഭക്ഷണം കഴിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. അതിൽ 5 പേരാണ് ഈ തലക്കറി കഴിച്ചത്. ഈ തലക്കറി കഴിച്ച 5 പേരാണ് നിലവിൽ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി എത്തിയത്. തുടർന്ന് ജ്യോതിഷിൻ്റെ ആരോഗ്യനില വളരെ ഗുരുതരമാവുകയും കിഡ്നിയെ ഉൾപ്പെടെ ഇത് ബാധിക്കുകയും കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടോടുകൂടി ജ്യോതിഷിൻ്റെ മരണം സംഭവിക്കുകയുമായിരുന്നു. ഇന്നലെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ ഭക്ഷ്യവിഷബാധയാണോ എന്ന തരത്തിൽ സംശയങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് അത് ജ്യോതിഷിൻ്റെ മരണം ഭക്ഷ്യവിഷബാധയാണ് എന്ന തരത്തിലേക്ക് സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നു. എന്തായാലും ഈ ഷാപ്പിൻ്റെ ലൈസൻസിയെയും മാനേജറെയും കുക്കിനെയും പ്രതിയാക്കി പോലീസ് നിലവിൽ ഇപ്പോൾ കോടതിയിൽ റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ഷിനോജാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്തെ 900 ഷാപ്പിൽ നിന്ന് ഭക്ഷണം കഴിച്ച ആളുകൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. അതിൽ ഇപ്പോൾ ജ്യോതിഷിന് ഭക്ഷ്യവിഷബാധയേറ്റ് തന്നെയാണ് മരണമുണ്ടായത് എന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിയുകയാണ്.